ഹലോ കഴിച്ചു പറ. ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ ഇന്ന് ഞാൻ ഒരു ട്രാവൽ ചെയ്യാൻ പോവാണ്. ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ 2 പിള്ളേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ബാക്കി പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും ഓരോ പ്ലേസ് പോകുന്ന ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? വാ, അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ എന്താ ഫോർമാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. അവളിവിടെ അടുത്തെത്തിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഓർത്തു ഞാൻ ലാസ്റ്റ് എത്തുന്നതെന്ന്, പക്ഷെ ഞാൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോർമാളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. നല്ലൊരു തണലുള്ള ഏരിയ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇവിടെ കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ നിൽക്കുക. വെയിറ്റിംഗ് ആണ് ഗായ്സ്, വെയിറ്റിംഗ്. അവളുടെ ബസ്സാണോ? അല്ല, വേറെ ബസ്സാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അവളല്ല. ആ ബസ് പോയി, അതല്ല കേട്ടോ അവരുടെ ബസ്. രാവിലെ തന്നെ പോസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഞാൻ അവൾക്ക് പോസ്റ്റ് കൊടുക്കുന്നു, പക്ഷെ ഞാനാണിപ്പോൾ പോസ്റ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഞാനിവിടെ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവരെത്തിയിട്ടില്ല. പക്ഷെ റോഡിൽ നല്ല വെയിലാണ് കേട്ടോ. റോഡിൽ ഭയങ്കര വെയിലാ. ഞാൻ ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനിവിടെ തണലത്ത് നിൽക്കുന്നതുകൊണ്ട് ഇഷ്യൂ ഇല്ല കേട്ടോ. ഇതാണ് ഗായ്സ് ഫോർമാൾ. വീട്ടിൽ നിന്ന് ഡിസ്റ്റൻസ് അത്യാവശ്യം ഉണ്ട്. ഒരു 1 ഹവറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ട് കേട്ടോ ഫോർമാളിലേക്ക്. എന്നാൽ പോലെ ഞങ്ങൾ മിക്ക ആവശ്യങ്ങൾക്കും ഇപ്പോൾ ഫോർമാളാണ്. പണ്ട് ഞങ്ങൾ ലുലു മാളായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫോർമാൾ ഞങ്ങൾക്ക് അടുത്താണ്. ഇതാണെന്ന് തോന്നുന്നു അവരുടെ ബസ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്, വാ ഇങ്ങോട്ട് വാ. കൊണ്ടോ പാല് കൊടുക്കാണ്. ദാഹിച്ച് വളഞ്ഞിരിക്കണത്. ഞാൻ പാല് കൊടുത്തോണ്ടിരിക്കുക. ഭയങ്കര ബഹളായിരുന്നു, വികൃതിയാണ്. നീ ഇങ്ങനെ വന്നേ, വാ മിഠായി വാങ്ങിച്ചിടാം. എന്ത്? അതാരാണ്? അതിനിഷ്ടപ്പെട്ടാ? ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു. ഹലോ കഴിച്ചു പറ. വാ, നമുക്ക് എല്ലായിടവും പോയി. ഇങ്ങോട്ട് ഇത് ഇന്നയുടെ കൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് എല്ലായിടവും പോവാം. ഉള്ളിൽ പോണം, എല്ലായിടവും പോവാം. വാ, നമുക്ക് ആദ്യം ഇവിടേക്കൊന്ന് കറങ്ങിക്കളാം. ദിയ കിട്ടി. ഇന്നയുടെ കുഞ്ഞു ദിയ സുന്ദരിയാണോ? അവിടെ പോവാം. പോവാം. നോക്കി, ഇതിലേത് ഉടുപ്പ് വേണം? ഒളിച്ചിരിക്കണ്ട. ഒളിച്ചിരിക്കാൻ വേണം. 1 ദിയ 1 2 3 സ്റ്റാർ. ദിയ വരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇന്നയുടെ കൂടെ ഇടന്നാല് ഇന്ന ഡ്രസ് വാങ്ങിച്ചു തരാം. ആ പറ. ആ സുഖമുണ്ടാന്ന്. ഇവിടെ ഒത്തിരി ജീൻസും ടോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അത് എനിക്കറിയില്ല, ആരാ നിക്കണേന്ന് അറിയില്ല. ആ ഡ്രസ് വാങ്ങിച്ചിട്ട് ഇവർക്ക്.
ഇഷ്ടപ്പെട്ടാ? ഇത് ദിയൊക്കെ അതിന് പാവോ? ദിയുടെ സൈസാണോ ഇത്? നീ ഇപ്പൊ വരില്ല, എനിക്കറിയാം. ഏതാ നിന്റെ ഫേവറേറ്റ്? ഇതാ ഇഷ്ടപ്പെട്ടാ? കൊള്ളാവാ? ഇന്ന വേറെ വാങ്ങിച്ചതാ. മുഖത്ത് ബൊമ്മ എടുത്ത് വെച്ചേക്കതിയാ. സ്പ്രേ വേണോ? ഏതാ വേണ്ടേ? തൊടണ്ട, കാണിച്ചു തന്നാ മതി. അത് വേണോ? എടുക്കല്ലേ, ഇന്ന എടുത്തു തരാം. ഇന്ന എടുക്കാം, അതവിടെ വെച്ച് ഇന്ന എടുക്കാം. വാ, നമുക്ക് അവിടെ വേറെ കൂടി ഒന്ന് പോയി നോക്കിയിട്ട് ഇന്നൊക്കെ എടുക്കാം. ഇവിടെ ഒത്തിരി പിള്ളേരുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും കുഞ്ഞു പിള്ളേരുടെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ഒളിച്ചിരിക്കാൻ വേണോ? ഒളിച്ചിരിക്കല്ലേ. ഇത് കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി. അതെന്താ സാധനം ഒന്ന് മനസ്സിലായാ? പിന്നെന്താ ഇഷ്ടപ്പെട്ട? എന്തുകൊണ്ടാ അത് പിന്നെ ഇഷ്ടപ്പെട്ടെ? കൈവിട്ടിട്ട് എന്തിനാണ്? ഇത് കണ്ട ഇറങ്ങണ കണ്ട, സ്പീഡിൽ ഇറങ്ങി കണ്ട. അത് തീ അവിടെ പോയി നിന്നാലുണ്ടല്ലോ, അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് താഴത്ത് പോയി നിൽക്കും. മനസ്സിലായ? അതിനു വേണ്ടിയാണ് അത്. ഓക്കെ, നടന്നു പറഞ്ഞ സാധനം ഇതല്ല. അയ്യോ, അത് തൊടരുത്, അത് തൊടണ കൊള്ളൂല. അത് തൊട്ടാലും അവര് കൊണ്ടുപോകും അങ്ങോട്ടേക്ക്. മനസ്സിലായ? അതാണ് സംഭവം. അത് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കോ പൊന്നെ, അകത്തോട്ട്. അത് താഴത്തുനിന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരണ്ടേ ഉടുപ്പെടുക്കാൻ വേണ്ടിട്ട്, അതിനു വേണ്ടി വരുന്നതാ. മനസ്സിലായി? ഇപ്പൊ രണ്ടും സ്ലോ ആയി. ഇത് രണ്ടും സ്ലോ ആയി. കണ്ട ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ദിയ? കൊള്ളാവാ? വലിക്കരുത് ദിയ, ജസ്റ്റ് തൊട്ട് മാത്രം നോക്കിയാൽ മതി, വലിക്കരുതേ. അത് കൊള്ളാം അല്ലേ? അതെങ്ങനെയുണ്ട് ദിയ? നല്ല ഡ്രസ്സ്. ദൈവളം കൊണ്ടൊരു ഷോപ്പിൽ കയറിയിട്ടാ. എൻ്റെ സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്, കൊച്ചുമായിട്ടിരിക്കുന്നുണ്ട്. ദിയ ഭയങ്കര അലമ്പാണ്. എനിക്ക് തോന്നി ആ ഷോപ്പിൽ കയറിയ പിന്നെ ഇവിടെ ഷോപ്പിൽ കയറി സാധനമൊക്കെ വാങ്ങിപ്പിച്ച ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കുറെ വേണമെന്നൊക്കെ. ഓക്കെ, ദിയനെ കാണുന്നില്ല. ദിയനെ കാണുന്നില്ല, എന്നെ മാത്രമേ കാണുന്നുള്ളൂ. എവിടെ ഇരിക്കണോ?
എന്താ ആലോചിക്കണ? എന്ത്? ഇവിടെ ഇരിക്കണോ? ഇരി. വീട്ടിൽ പോണോ? ജിയാന് പോണോ വീട്ടിൽ? ജിയാന് വീട്ടിൽ പോണോ? എന്റെ മുടിയൊക്കെ പറിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മുടി ഇഷ്ടപ്പെട്ടാ? മുടി ഇഷ്ടപ്പെട്ടാ? എന്ത് വേണം? ദിയാൻകുട്ടിന് മുടി ഭയങ്കര ഇഷ്ടം. ദിയാനെ ചിരിച്ചടാ, ചിരിക്കടാ, ചിരിക്കട, ചിരിക്കട. ദിയാ, ദിയാ, കളിപ്പിക്കുകയാണോ? കണ്ട കണ്ട സൂപ്പർ സൂപ്പർ സൂപ്പർ. ഏത്? അതാ വാങ്ങിച്ചരാട്ടാ. ഇപ്പഴല്ല, ഇന്ന ഇറങ്ങാൻ നേരം വാങ്ങിച്ചരാ. കൊള്ളാം അല്ലേ? അടിപൊളി. എന്താ ചെയ്യാ? ചായ കുടിക്കട്ടെ എന്നാ? ചായ ഇപ്പൊ കുടിക്കണ്ട, ഇന്ന വാങ്ങിച്ചു തരുമ്പോ കുടിക്കാം. പ്ലേറ്റ് കണ്ട നല്ല രസമുണ്ടല്ലേ? കണ്ട് ഒരുപാട് ഒരുപാട് ഗ്ലാസും കപ്പും സോസേഴ്സും പ്ലേറ്റ്സും എല്ലാം ഉണ്ട്. പല കളേഴ്സ്, പല വെറൈറ്റി, ഒരുപാട് ഡിസൈൻസിലുണ്ട്. ദിയ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ അവളെ തിരുത്തി അവിടുന്ന് കൈ തിരിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. വാ വാ, നിന്നെ കൈ പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല പൊന്നെ. ഇതേ വേസ്റ്റ് പിന്നെ അതിൽ പിടിച്ചോണ്ട് ഇപ്പുണ്ടവള്. അതാ, അതെന്താ അതിൻ്റെ അകത്തുള്ളത്? മേക്കപ്പാ? ഒരുപാട് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കാണിക്കേണ്ടത് ദിയ? ഇതെല്ലാരെയും കാണിക്കാനാ പറയണേ കേട്ടോ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ദിയ നിന്റെ പിങ്ക്. ഹായ് ലിറ്റിൽ പ്രിൻസസ്. ഏതാ വേണ്ടത് ദിയക്ക്? അത് കൊള്ളാവോ? പോവാൻ നേരം വാങ്ങാട്ടോ. ദിയനെ ഇന്നോട്ട് എടുക്കണം. ദിയ വാശി പിടിച്ചാല് ഇന്ന ഒന്നും വാങ്ങിച്ചു തരില്ല. അല്ലെങ്കിൽ ഇന്ന തീതുപ്പണ മിഠായി വാങ്ങിച്ചു തരും, ഐസ്ക്രീം വാങ്ങിച്ചു തരും, എല്ലാം വാങ്ങിച്ചു തരും കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പ് കണ്ടോ? ദിയക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ദിയ ഇപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടും പോന്നാ. നോക്കട്ടെ, ഇന്ന നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? വാങ്ങാട്ടാ. അവിടെ വെക്ക്. ഹായ്, അതിഷ്ടപ്പെട്ടോ ദിയക്ക്? ഹായ്. Hi guys, welcome back to my channel.
ദിയാൻകുട്ടന് ഈ വണ്ടി വളരെ ഇഷ്ടപ്പെട്ട് ദിയെ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയാണ് അതേ കയറിയിരുന്ന് ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ, ഫുഡ് കോർട്ട്. ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഐസ്ക്രീം കിട്ടുമെന്ന് നോക്കാൻ പോവും. മാക്ഡൊണാൾഡ്സ് ഐസ്ക്രീം ഇവിടെ ഉണ്ട്, അപ്പം അത് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണേ. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. എന്തോ ഗൂഗിൾ പേ എന്താടാ? ദിയക്കുട്ടി അവിടെ ഓരോരോ ഗെയിംസും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ മുകളിലേക്ക് പോയ സമയത്ത് ഒത്തിരി ഗെയിംസ് കാര്യങ്ങൾ അവിടെ പിള്ളേർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിയ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടല്ല, വെറുതെ എല്ലാ ഗെയിംസിലും ഓടി കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലായത്, ഓരോ ഗെയിംസിനും കാശ് കൊടുക്കണമെന്ന് കേട്ടോ. അത് കൊടുത്താൽ അവൾക്ക് പെട്ടെന്ന് മടുക്കും. അതുകൊണ്ടാണ് ഞങ്ങളത് അവൾക്ക് വേണ്ടി പേ ചെയ്ത് ചെയ്യാതിരുന്നത് കേട്ടോ. ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു പ്ലേസ്. നോർമലി മാൾസ് പോലെ തന്നെ നമുക്ക് എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. പുതിയ പുതിയ ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗെയിംസൊക്കെ അടിപൊളിയാണ് ഇവിടെ, നമുക്കാണെങ്കിലും കളിക്കാൻ തോന്നും കേട്ടോ. ഇതുണ്ടോ, ഒരു ഫ്ലോർ തന്നെ അതിനായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാശ് കൊടുത്താണെങ്കിലും ഇത് കളിക്കാൻ പറ്റും കേട്ടോ. ദിയക്കുട്ടിക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ അവൾ ചുമ്മാ ഓരോന്നും കണ്ടിട്ട് കാശ് നമ്മൾ പേ ചെയ്താൽ പോലും അവൾ പിന്നെ മടുത്തിട്ട് അടുത്തടുത്തേക്ക് പോകും. അതുകൊണ്ടിട്ട് നമ്മളിത് ഇതൊന്നും അവൾക്ക് കാശ് കൊടുത്ത് ഇതൊന്നും അല്ല,
പുള്ളിക്കാരി തനിയെ വന്നിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്ക് ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് എൻകറേജ് ചെയ്തു. പിന്നെ കാശ് കൊടുത്താലേ ശരിക്കും കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. ഗെയിംസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ആൾ നല്ല എക്സൈറ്റഡ് ആൻഡ് സന്തോഷത്തിലായിരുന്നു. ഗെയിംസിൻ്റെ ഏരിയസിൽ കയറിയപ്പോഴാണ് ആൾ കുറേ കൂടി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല എക്സൈറ്റഡ് ആണേ. ഈ ദിയാൻകുട്ടി ഇപ്പൊ ബഹളായി. എടാ എന്താടാ ഇവിടെ എന്തിനാ ബഹളം വെക്കുന്നത്? എടുക്കണ അയ്യോടാ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ഡൈനിങ് സെറ്റ്, അല്ലാതെ തന്നെ നമുക്ക് ഓരോ സോഫ സെറ്റ് കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഒരു രസമുണ്ട്. ഇതൊക്കെ വീട്ടിൽ നമുക്ക് അലങ്കരിക്കാൻ വെക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കറാണിത്. അപ്പം ഇതെല്ലാം ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു സാധനങ്ങളാണ് കേട്ടോ. ബേസ്മെൻറ്റിൽ നിന്ന് H&Mൻ്റെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്. H&Mന് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ. അത്യാവശ്യം റേറ്റ് ആണ്. ഇതേ ഫോറസ്റ്റ് എസെൻഷ്യൽസ്, ഇതൊക്കെ നമ്മുടെ ബ്യൂട്ടി സാധനങ്ങളുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് നൈക്ക ലെക്സ്, അതിൻ്റെ ഇത് കണ്ടോ, ഇത് കോസ്മെറ്റിക്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ ബോഡി ഷോപ്പിൻ്റെ. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് കണ്ടോ, ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്. ഇതിൻ്റെ ഒരുപാട് കോസ്മെറ്റിക്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. അതേ ചാടി കയറുന്നുണ്ട്. എന്താ ഇവിടെ പരിപാടി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് കൊള്ളാം നല്ലതാ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതാ ഞങ്ങൾ ഇവിടെ മാളിൽ നിന്ന് തിരിച്ചിറങ്ങുക കേട്ടോ. ഇതാ ദിയക്കുട്ടി എൻ്റെ കൂടെ. ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ, ബൈ. തൈക്കൂടും നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സുൽത്താൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബിരിയാണി, അടിപൊളിയാണ്.
ദിയ ദിയക്ക് എന്താ ദിയ വേണ്ടത്? ദിയ ഒരു മിനിറ്റാ, ദിയ നോക്ക് എന്താ വേണ്ടെന്ന്. ഏതാണ്? ഈറ്റിംഗ് ചെയ്യണോ? ഈറ്റിംഗ് ചെയ്യണോ? ഈറ്റിംഗ് ചെയ്ത് ദിയ ദിയ ഈറ്റിംഗ് ചെയ്ത്. ആ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇവിടെ ഇരിക്കാം. അത് ഇന്ന ഫുഡ് വരുമ്പോ എടുക്കാം. അങ്ങനെ എടുക്കും. നീ പോയി കൈ കഴുകുക, അവൻ ഞാൻ പിടിച്ചോളാം. ഇതാ അവളിപ്പം കൊച്ചിന് വേണ്ടി പാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് അവന് കുറുക്കും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അവൻ്റെ പൊടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊടി എടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അവന് പാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും ഫുള്ള് എല്ലാ നേരവും ഈ പാല് മാത്രം കൊടുത്ത് അവൻ ദാഹം മാത്രമേ കെട്ടിട്ടുണ്ടാവുള്ളൂ, വിശപ്പൊന്നും കെട്ടിട്ടുണ്ടാവില്ല. കാരണം കുറുക്ക് ഞങ്ങൾ കൊടുക്കാറുള്ള 3 നേരം. പക്ഷേ ഇന്നലെ അവൻ അതൊന്നും കിട്ടിയിട്ടില്ല, പാവം. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്. അവിടെ കിടന്നിട്ട് നല്ല രീതിക്ക് കളിക്കുമായിരുന്നു കേട്ടോ പുള്ളി. അത് തിന്നോണ്ടിരിക്കണം. ഇവിടുത്തെ ബിരിയാണി നല്ല ഫേമസ് ആണ്. അപ്പോൾ നല്ല രീതിക്ക് അവർ 2 പീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഫുൾ ബിരിയാണി, ഒരു ഹാഫ് ദിയക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടാണ് കഴിച്ച് തീർത്തത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പുളിങ്കറിയൊക്കെ അടിപൊളിയായിരുന്നിട്ട് ഞാൻ പിന്നെ എടുത്ത് കഴിക്കുമായിരുന്നു. പിന്നെ ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അമ്മയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി. ഇതാ അവൾ ബിരിയാണി ഇങ്ങനെ എടുത്ത് നല്ല ചൂടുള്ള ബിരിയാണി, പപ്പടം, മുട്ടയില്ലായിരുന്നു. പിന്നെ പല ഏരിയാസിനും പല സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. ഇത് മുട്ടയില്ല, പക്ഷേ അടിപൊളി ബിരിയാണി. അവളുടെ മുഖത്തുനിന്ന് എക്സ്പ്രഷൻ അത് കണ്ടിട്ടാണ് അങ്ങനെ വന്നിരുന്നത്. അവൾ പറഞ്ഞത് ബിരിയാണി കൊള്ളില്ലെന്നുണ്ടെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. എന്താ വേണ്ടത്? എന്ത് മിഠായി? ചില്ലിങ് മിഠായിയാ? ആ ഓക്കെ ഓക്കെ, വാങ്ങിച്ചരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ ഇറങ്ങി കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി. ദിയാൻകുട്ടൻ അവളുടെ നേരത്തെ ചാരി കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങിപ്പോയി. ദിയ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുവാണ്.
അടിപൊളിയായിരുന്നു, യാത്ര സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ ബസ്സിന് തന്നെ തിരിച്ച് റിട്ടേൺ പോയത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിയക്ക് ഞാൻ മിഠായിക്ക് വാങ്ങിച്ചു കൊടുത്ത് അവൾ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് പിന്നെ എൻ്റെ ബസ്സിൽ ഞാൻ തിരിച്ച് കയറി. ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബസ് ഒത്തിരി നേരം ബ്ലോക്കാക്കി കിടക്കുമായിരുന്നു, കാരണം ഉത്സവത്തിൻ്റെ പരിപാടി കാരണം കേട്ടോ. ഹേയ് ഗായ്സ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനിയിപ്പം കുറച്ച് വീഡിയോസ് എഡിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നാളെ ഓഫീസിൽ പോകേണ്ടിട്ട് കുറച്ച് നേരത്തെ ഉറങ്ങണം. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാനുണ്ട്. സോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് റഷായിരുന്നു. എന്താ നല്ല വെയിലും പിന്നെ പുറത്ത് കുറച്ചധികം റഷായിട്ട്. ഇപ്പം സിസ്റ്ററിൻ്റെ ആണെങ്കിൽ തന്നെ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേരെയും നോക്കണ്ടായിരുന്നു. അന്നത്തെ ദിവസം അടിപൊളിയായി, ഹാപ്പി ആയിരുന്നു. പിള്ളേരാണെങ്കിൽ തന്നെ കുറേ നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു ഞാൻ. അതായത് അവളുടെ വീട്ടിൽ പോകുന്ന ടൈം അല്ലാതെ ഞാൻ അവരായിട്ട് പുറത്ത് ഇതുവരെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ഇന്നാണ് ആകെ എക്സ്പ്ലോർ ചെയ്തൊരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ ഒരാളെന്ന് പറഞ്ഞാൽ 6 months ആയിട്ടുള്ളൂ. അപ്പം ആളെ നമ്മൾ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൂത്ത കുട്ടി ആള് വളരെ വികൃതിയുള്ളൊരു ആളാണ്. പിന്നെ എന്തെങ്കിലും വാശി എന്ന് പറഞ്ഞാൽ പിടിവാശിയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബഹളമായിരിക്കും. പക്ഷേ പിള്ളേരാണ്, അങ്ങനെയാണ്. നമ്മളും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അതിൽ യൂസ്ഡായി. അപ്പം എന്താ ഹാപ്പിയാണ്. ഓവറോൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുകിട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു.